CBSE ബോർഡ് എക്സാമിൽ ഒരു ഇമ്പോർട്ടൻ്റ് MCQ നോക്കാം നമുക്ക്. ഇവിടെ ജസ്റ്റ് ഫോർ സം ഡാറ്റ x1, x2, എക്സെട്ര xn വിത്ത് റെസ്പെക്റ്റീവ് ഫ്രീക്വൻസീസ് f1, f2, എക്സെട്ര fn ദ വാല്യൂ ഓഫ് സം ഓഫ് fi xi മൈനസ് x ബാർ ഈസ് ഈക്വൽ ടു ഡാഷ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് എക്സ് ബാറിൻ്റെ ബേസിൽ നമുക്ക് എഴുതി കൊടുക്കാം. എക്സ് ബാർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യൽ, സം ഓഫ് fi xi ബൈ സം ഓഫ് fi ആണ്. സോ ഈ fi ഇവിടെ വന്നാൽ എന്ത് കിട്ടും, എക്സ് ബാർ സം ഓഫ് fi ഈക്വൽ ടു സം ഓഫ് fi xi. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ആദ്യം അറിയാം, അത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിവിടെ നിൽക്കട്ടെ, ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്താണ്, ഇത് ഒന്ന് താഴോട്ട് എഴുതിയെടുക്കാം. എന്താണ്, സം ഓഫ് fi ഇൻറ്റു xi മൈനസ് എക്സ് ബാർ ആണ്. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റു ചെയ്യാം, സം ഓഫ് fi xi മൈനസ് സം ഓഫ് fi എക്സ് ബാർ. ഇവിടെ നോക്കുക, എക്സ് ബാർ എന്ന് പറഞ്ഞത് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് മുമ്പോട്ടെടുക്കാം. അപ്പോൾ സം ഓഫ് fi xi കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ് ബാറിനെ കോൺസ്റ്റൻ്റ് ആയ നമ്പറിനെയൊക്കെ സമ്മിൻ്റെ മുമ്പോട്ട് എടുക്കാം. അപ്പോൾ എക്സ് ബാർ സിഗ്മ fi എന്ന് വരും. ഇനി ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? യെസ്, കണ്ടിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇത് അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സിഗ്മ fi xi മൈനസ് അതിന് പകരം എന്തെന്നെ കൊടുക്കാം, സിഗ്മ fi xi. ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, ഈക്വൽ ടു 0. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്.